സച്ചിദാനന്ദാത്മമായ ബ്രഹ്മത്തിൽ ശരീരാദികളുടെ, അതായത് ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇത്യാദികളുടെ കർമ്മങ്ങളെ ആരോപിക്കുന്നത് അവിവേകമാണ്. അത് ആകാശം നീല നിറമാണ് എന്ന് പറയും പോലെയാണ്. യഥാർത്ഥത്തിൽ ആകാശത്തിന് നിറമുണ്ടോ? ഇല്ല. ഈ നീല നിറം അന്തരീക്ഷത്തിലെ നൈട്രജൻ, ഓക്സിജൻ കണങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നതിനാൽ ഉളവാകുന്ന ഒരു തോന്നലാണെന്ന് നമുക്കൊക്കെ അറിയാം, അല്ലേ? സൂര്യപ്രകാശം നൈട്രജനിലും ഓക്സിജനിലും തട്ടി പ്രതിഫലിക്കുന്ന അതുകൊണ്ടാണ് നമുക്ക് ആ നീല നിറം ഉളവാകുന്നതെന്ന് നമുക്കൊക്കെ അറിയാം. ഒരു പ്രിസം പോലെ പ്രവർത്തിച്ച് പ്രകാശത്തെ പ്രതിഫലിക്കുന്നു എന്നൊക്കെ നാം സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ആകാശം എന്ന് പറയുന്നത് തന്നെ ഒരു കൽപ്പനയാണ്. അതുപോലെ ആത്മചൈതന്യം എല്ലാത്തിനെയും പ്രതിഫലിപ്പിക്കുന്നു എന്നല്ലാതെ ഒന്നിനോടും കലർന്നിരിക്കുന്നില്ല. ദേഹേന്ദ്രിയ ഗുണാൻ കർമ്മണ്യമലേ സച്ചിദാത്മനി. സച്ചിദാനന്ദമായ ആത്മാവ് ഒന്നിനോടും കലരാതെ തന്നെ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നു. സൂര്യപ്രകാശം അന്തരീക്ഷത്തിൽ നൈട്രജൻ, ഓക്സിജൻ കണങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നതുകൊണ്ട് ആകാശത്തിന് നീലനിറമുണ്ടെന്ന് തോന്നുന്നത് പോലെ എല്ലാറ്റിനെയും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിലും ഒന്നിനോടും ആത്മാവ് കലരുന്നില്ല. അജ്ഞാനാൻ മാനസോപാധി കർത്തൃത്വാദീനി ചാത്മനി. ചന്ദ്രബിംബം ജലത്തിൽ പ്രതിബിംബിച്ച് കിടക്കുമ്പോൾ ജലത്തിൽ ഉണ്ടാകുന്ന ചലനത്താൽ ചന്ദ്രബിംബം ഉലയുന്നതായിട്ട് നമുക്ക് തോന്നും. ജലത്തിൽ കാണുന്നത് ചന്ദ്രബിംബത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ്. അപ്പോൾ ജലം ചലിച്ചാൽ ആകാശത്തുള്ള യഥാർത്ഥ ചന്ദ്രബിംബത്തിന് എന്തെങ്കിലും ചലനം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അതുപോലെയാണ് മനസ്സ് സൃഷ്ടിക്കുന്ന ഭാവങ്ങൾ, കർമ്മം, ഭോഗം തുടങ്ങിയവ ആത്മാവിൽ ആരോപിക്കുന്നത്. ആത്മാവിന് ഒരു കർത്തൃത്വവുമില്ല, അതിന് ഭോക്തൃത്വവുമില്ല. അതിനെ മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ ഒരു ചലനവും ബാധിക്കുന്നുമില്ല. രാഗം, മോഹം, സുഖദുഃഖാദികൾ ഇവയെല്ലാം ബുദ്ധിയും മനസ്സുമൊക്കെ പ്രവർത്തിക്കുന്ന സമയത്തേ ഉള്ളൂ. സുഷുപ്തോ നാസ്തി തന്നാശേ തസ്മാത് ബുദ്ധേസ്തുനാത്മന. സുഷുപ്തിയിൽ അഥവാ ഗാഠനിദ്രയിൽ ഈ രാഗമോ മോഹമോ സുഖദുഃഖങ്ങളോ ഒന്നും നാം അനുഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആ സമയത്ത് ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളുമെല്ലാം വിശ്രമിക്കുകയാണ്. അവയൊന്നും തന്നെ ചലിക്കുന്നില്ല. അവയും സുഷുപ്തിയിലായതിനാൽ ജാഗ്രത്തിലോ സ്വപ്നത്തിലോ ഉള്ള വികാരങ്ങളൊന്നും സുഷുപ്തിയിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ എല്ലാത്തരം വൈകാരിക പ്രതികരണങ്ങളും ബുദ്ധിയിലാണ് നടക്കുന്നത്. ബുദ്ധി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഇവയൊന്നും തന്നെ ഇല്ല. അപ്പോൾ കർത്തൃത്വമോ ഭോക്തൃത്വമോ ഒന്നും ആത്മാവിൻ്റേതല്ല, അവ ബുദ്ധിയുടേതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ആത്മം അഥവാ ചൈതന്യം നിർമ്മലവും ശുദ്ധവും അചലവും ഒട്ടലില്ലാത്തതുമാണെന്ന സത്യത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് പല ഉദാഹരണങ്ങളിലൂടെ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അർക്കന് പ്രകാശവും ജലത്തിന് ശൈത്യവും അഗ്നിക്ക് ചൂടും എത്ര സ്വാഭാവികമാണോ, അതുപോലെ ആത്മാവിൻ്റെ സ്വഭാവം സച്ചിദാനന്ദവും നിത്യവും നിർമ്മലവുമായിരിക്കുന്നു. പ്രകാശോർക്കസ്യ തോയസ്യ ശൈത്യമഗ്നേരഥോഷ്ണത സ്വഭാവ സച്ചിദാനന്ദ നിത്യനിർമ്മലതാത്മന. സൂര്യന് അതിൻ്റെ പ്രകാശം എത്ര സഹജമാണ്.
ജലത്തിന് അതിൻ്റെ തണുപ്പ് എത്ര സഹജമാണ്, അഗ്നിക്ക് അതിൻ്റെ ചൂട് എത്ര സഹജമാണ്. അതുപോലെയാണ് ചൈതന്യത്തിൻ്റെയും സഹജത്വം. എന്നാൽ ഈ ചൈതന്യത്തിൻ്റെ സത്, ചിത് എന്നീ ഗുണങ്ങൾ, അതായത് ഉള്ളത് അഥവാ സത്യം, ചിത് അഥവാ ബോധം, ഇവ രണ്ടും ബുദ്ധിയാൽ അറിയുമ്പോൾ അവിവേകികൾക്ക് ഞാൻ അറിവുള്ളവനാണ് എന്നത് ഉദിക്കുന്നു. ഇത് നന്നായി മനസ്സിലാക്കണം. ബോധത്തെയും ബോധത്തിന് ആധാരമായ സത്തിനെയും ബുദ്ധി കൊണ്ടോ ചിന്ത കൊണ്ടോ മനസ്സിലാക്കിയിട്ട് ഞാൻ അറിയുന്നു എന്ന് പറയുന്നത് അവിവേകമാണ്. ആത്മനോ വിക്രിയ നാസ്തി ബുദ്ധേർബോധോ ന ജാത്വിതേ. ആത്മാവ് അഥവാ ബ്രഹ്മം ഒരു വിക്രിയകളും ചെയ്യുന്നില്ല, അത് യാതൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. ബുദ്ധിക്കോ ബോധത്തെ സ്വയം അറിയാനുള്ള കഴിവുമില്ല. ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നത് ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളെയാണ്. നാം വേദാന്ത ശ്രവണത്തിനായി ചെന്നിരിക്കുമ്പോൾ വളരെ ഷാർപ്പ് മൈൻഡഡ് ആയിട്ടുള്ള, വളരെ തെളിഞ്ഞ ബുദ്ധിയുള്ള ഒരാൾക്ക് പെട്ടെന്ന് പറയുന്ന കാര്യത്തെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയും. ആ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ച കാര്യത്തെയാണ് ഞാൻ മനസ്സിലാക്കി, ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ ബുദ്ധിയാണ് എല്ലാം, ഞാൻ ആ ബുദ്ധിയാണ് എന്ന് ധരിക്കും. തെളിഞ്ഞ ബുദ്ധിയുടെ സഹായം എന്തിനാണെന്ന് നാം മുമ്പ് പറഞ്ഞു. ഈ കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ബുദ്ധി വേണം. എന്നാൽ ബുദ്ധിയാൽ ഗ്രഹിച്ചതിനെ അനുഭവിച്ചാൽ മാത്രമേ ഈ സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നത് വശമാവുകയുള്ളൂ. അപ്പോൾ വേദാന്തം മുഴുവൻ അറിഞ്ഞു എന്ന് പറയുന്നതും അത് അനുഭവിച്ചു മിണ്ടാതിരിക്കുന്നവനും തമ്മിലുള്ള ഭേദമാണ് മനസ്സിലാക്കേണ്ടത്. ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അനുഭവിച്ചു എന്ന് പറയാനായിട്ട് ആരും അവിടെ ഇല്ല. എന്താണ് അനുഭവം എന്നതും വിവരിക്കാവതല്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂചിപ്പിക്കാം എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഞാൻ അറിഞ്ഞു എന്ന് വരാൻ വേണ്ടി അറിഞ്ഞവനും അറിവും അറിയുന്ന പ്രക്രിയയും അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞു എന്നത് അവിടെ ഇല്ല. നാഹം ജീവപരമാത്മേതി ജ്ഞാതം ചേർനിർഭയോ ഭവേത്. കയറിൽ പാമ്പിനെ ദർശിച്ചു ഭയക്കുന്നവൻ താനൊരാത്മാവാണ്, ജീവാത്മാവാണെന്ന് കേൾക്കുമ്പോൾ പോലും ഭയക്കും. എന്താ കാര്യം? താൻ പ്രത്യേകമായ ജീവാത്മാവാണെന്ന ദ്വൈതവും അതിൻ്റെ അരക്ഷിതത്വങ്ങളും ഈഗോയും എല്ലാം അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. താൻ കേവലം ജീവാത്മാവല്ല പരമാത്മാവ് തന്നെ എന്ന് ഉറയ്ക്കുന്നിടത്ത് ഭയമില്ലാതെയാകും. നമ്മൾ ഈ ഭൗതികമായ കാര്യങ്ങളിൽ വളരെയധികം ആണ്ട് മുങ്ങിക്കിടക്കുമ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങൾ ഈ ശരീരമല്ല, നിങ്ങൾ ഇതിനുള്ളിലിരിക്കുന്ന ഒരു ജീവാത്മാവാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയമുളവാകുക. എന്താ കാര്യം? ഈ ശരീരവുമായുള്ള താതാത്മ്യം അത്ര വലുതാണ്. അതല്ല എന്ന് പറഞ്ഞാൽ മറിച്ച് പറയുമ്പോൾ ഭയമുളവാവുകയാണ്. എന്നാൽ ഭയം ഇല്ലാതെയാവണമെങ്കിൽ താൻ ജീവാത്മാവ് മാത്രമല്ല, അതിന് ഉപരിയായി നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവ് തന്നെ എന്നുള്ള സത്യം ഉറച്ചാൽ മാത്രമേ ഭയമില്ലാതാവുകയുള്ളൂ. എന്തുണ്ടോ അതെല്ലാം താൻ തന്നെ.
ഒന്നേ ഉള്ളൂ, അത് സ്വയം താൻ തന്നെ എന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനെയാണ് ഭയക്കേണ്ടത്? നാം ഒഴിഞ്ഞ് അന്യമായിട്ടൊന്നുമില്ലാത്ത ഇടത്ത് ഭയക്കാനും ഒന്നും തന്നെയില്ല. എല്ലാം സ്വയം ചൈതന്യം തന്നെ എന്ന ഇടത്ത് ഒരു വികാരവുമില്ല, ഭയവുമില്ല. നിർമ്മലമാണ്, പിന്നെ നിർഭയമാണ്. ഭയങ്ങളെ കളയണം, ഭയങ്ങളെ കളയണം. പലതരം ഭയങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് നാം, അല്ലേ? ജീവഭയം, മാനഭയം, തൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന ഭയം, പദവി നഷ്ടപ്പെടുമോ എന്ന ഭയം, അങ്ങനെ എന്തെല്ലാം തരം ഭയങ്ങളുടെ ഒരു കൂട്ടമാണ് ഒരു ജീവാത്മാവ്, ഒരു വ്യക്തി. അപ്പോൾ ഈ കാണായതൊന്നുമല്ല താനെന്നും, ഈ കാണുന്നതിനെ എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചൈതന്യമാണ് താനെന്നും ബോധ്യമാവുന്ന ഇടത്ത്, അത് അനുഭവിക്കുന്ന ഇടത്ത് ഭയം താനേ ഒഴിഞ്ഞു മാറും. ആത്മവഭാസയത്യേകോ ബുദ്ധ്യാദീനീന്ദ്രിയാണോപി. ഒരു കുടത്തിനുള്ളിൽ വിളക്ക് കൊളുത്തി വെച്ചാൽ ആ ദീപം ഒരു കുടത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ ആത്മചൈതന്യം ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. ആ ചൈതന്യമില്ല എങ്കിൽ ഇവയെല്ലാം കേവലം ജഡവസ്തുക്കളാണ്. സ്വയം പ്രകാശിക്കുവാനുള്ള കഴിവ് അവയ്ക്കില്ല. അവയ്ക്ക് പ്രവർത്തിക്കണമെങ്കിൽ ചൈതന്യം ആവശ്യമാണ്. എന്നാൽ ഒരു ദീപത്തിനെ മറ്റൊരു ദീപത്താൽ പ്രകാശിപ്പിക്കേണ്ടതില്ലാത്തതുപോലെ, ഒരു ദീപത്തെ പ്രകാശിപ്പിക്കുവാൻ മറ്റൊരു ദീപം ആവശ്യമില്ല എന്നതുപോലെ, സ്വപ്രകാശമായ ചൈതന്യത്തെ പ്രകാശിപ്പിക്കുവാൻ മറ്റൊരു ചൈതന്യം ആവശ്യമില്ല തന്നെ. അത് സ്വയം പ്രകാശമാണ്. ഒരു വെളിച്ചത്തെ വെളിച്ചമാക്കാൻ മറ്റൊരു വെളിച്ചം വേണോ? വേണ്ട. വെളിച്ചം വിളങ്ങി നിൽക്കുകയാണ് എപ്പോഴും, എല്ലായിടത്തും. സ്വപ്രകാശ ചൈതന്യമാണ് അത്. അത് തന്നെയാണ് അതിൻ്റെ വെളിച്ചം. സ്വബോധേ ജ്ഞാനബോധേച്ച ബോധരൂപായതാത്മന. നിഷിധ്യ നിഖിലോപാധീൻ നേതി നേതീതി വാക്യത. എല്ലാ ഉപാധികളെയും നിഷേധിച്ചു കൊള്ളണം. നേതി നേതീതി വാക്യത. ഇതല്ല ഇതല്ല എന്ന് തള്ളിക്കൊള്ളണം. ശരീരമോ ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ ഇക്കാണുന്നതൊന്നും സ്വയം ഞാനല്ല എന്ന് ഉറപ്പിച്ചു കൊള്ളണം. മഹാവാക്യങ്ങളെ ശ്രവിച്ച് തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ മഹാവാക്യങ്ങളെ പിടിച്ച് താൻ തന്നെ പരമാത്മാവ് എന്നറിഞ്ഞുകൊള്ളണം. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ എന്ന അദ്വൈതത്തിലേക്ക് എത്തിക്കൊള്ളണം. ഒന്നേ ഉള്ളൂ. ആ ഒന്നിൻ്റെ വിലാസങ്ങൾ തന്നെയാണ് അനേകമായി പ്രതിഫലിക്കുന്നത്. ഈ വിലാസങ്ങൾ ഒഴിച്ചാൽ പിന്നെ ആ ഉള്ള ഒന്ന് തന്നെയേ ഉള്ളൂ. അതല്ലാതെ മറ്റൊന്നും തന്നെയില്ല. ജീവാത്മാവ് അഥവാ പ്രത്യേക രൂപങ്ങൾ തങ്ങളുടെ വിലാസ നൃത്തങ്ങളെല്ലാം അവസാനിപ്പിച്ചാൽ സ്വയം പരമാത്മാവ് തന്നെ എന്ന് മനസ്സിലാവും. അപ്പോൾ പിന്നെ അവിടെ ജീവാത്മാവും ഒന്നുമില്ല, പ്രത്യേക രൂപങ്ങളുമില്ല. നമ്മൾ ഓടിയാലും ചാടിയാലും ഒന്നും, വെള്ളം വെച്ചാലും ഒന്നും ഒരു കാര്യം നടക്കില്ല. അടങ്ങിയിരിക്കണം. ആദ്യം പുറത്തടങ്ങിയിരിക്കണം, പിന്നെ അകത്തടങ്ങിയിരിക്കണം. അടങ്ങിയാൽ തന്നെ കാര്യം വലുതാവും. അപ്പോൾ അതിനായിട്ട് പരിശ്രമിക്കണം. പരിശ്രമിച്ചേ പറ്റൂ. ആരും ഒന്നും തരില്ല. കാര്യം പറഞ്ഞു തരാം, വഴിയും പറഞ്ഞു തരാം, നടന്നെത്തിക്കൊള്ളണം.
അപ്പോൾ ഗുരുവിൻ്റെ സഹായമില്ലേ എന്ന് ചോദിച്ചാൽ ഗുരു ആരാണ്? ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച് അതുതന്നെ ആയവരാരാണോ അവരാണ് ഗുരു. ഗുരു ബ്രഹ്മം തന്നെ. ആ ബ്രഹ്മം തന്നെ തേടുന്നവൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് മായയെ നീക്കും. പക്ഷെ ആ തേടൽ അത് സാധകൻ നടത്തണം. സഹായം കിട്ടുമെന്ന് വിചാരിച്ച് ചുമ്മാ നടന്ന് സമയം കളയരുത്. അവനവൻ്റെ പണി എടുക്കണം. ആവിദ്യകം ശരീരാദിദൃശ്യം ബുദ്ബുദവത്ക്ഷരം. ദേഹാദികളായി കാണപ്പെടുന്നവയെല്ലാം അവിദ്യയാണ്, അജ്ഞാനമാണ്. അവ നീർക്കുമിളകൾ പോലെ ക്ഷയിക്കുന്നവയാണ്, ഇല്ലാതാവുന്നവയാണ്. ദേഹം അഥവാ രൂപങ്ങളെല്ലാം തന്നെ അല്പകാലത്തേക്ക് മാത്രം തെളിഞ്ഞു നിൽക്കുന്ന നീർക്കുമിളയാണ്. അവ ആ സത്യവസ്തുവിൻ്റെ ക്ഷണികമായ പ്രകടനം മാത്രമാണ്. അപ്പോൾ ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, സ്വയം അറിഞ്ഞുകൊള്ളണം. ഞാൻ സ്വയം നിർമ്മലവും ശുദ്ധവുമായ ജ്ഞാനബ്രഹ്മം മാത്രമാണ് എന്നത് അത് ഉറപ്പിച്ചു കൊള്ളണം. വിദ്യാദഹം ബ്രഹ്മേതി നിർമ്മലം. ഈ സത്യത്തെ ബുദ്ധിയാൽ ഗ്രഹിച്ച് ധാരണ ഉറപ്പിച്ച് അനുഭവിച്ചു കൊള്ളണം. ഈ കാണായ ദേഹത്തിൽ നിന്ന് ഞാൻ അന്യമായിരിക്കുന്നു. ഈ ദേഹം ഞാനല്ല. അതുകൊണ്ട് എനിക്ക് ജന്മം, ജര, സ്ഥൂലത്വം അഥവാ വളർച്ച, മരണം ഇതൊന്നും തന്നെ ഇല്ല. ഇതെല്ലാം ദേഹത്തിനാണ്, ശരീരത്തിനാണുള്ളത്. അരൂപമായി എനിക്ക് അല്ലെങ്കിൽ ചൈതന്യത്തിന് ശരീരത്തിൻ്റെ പ്രാരബ്ധങ്ങളൊന്നും തന്നെയില്ല. വൃദ്ധിയും ക്ഷയവുമില്ല, ജനനവും മരണവുമില്ല. ശബ്ദാദി വിഷയങ്ങളൊന്നും എൻ്റേതല്ല. എനിക്ക് ഇന്ദ്രിയങ്ങളുമായി ഒരു സംഘവുമില്ല. ഈ കേൾക്കുന്നതും കാണുന്നതും ഒന്നും എൻ്റേതല്ല. ഈ ഇന്ദ്രിയങ്ങളെല്ലാം എൻ്റെ ചൈതന്യത്താൽ പ്രവർത്തിക്കുന്നു, പക്ഷേ എനിക്ക് അവയുമായിട്ട് ഒരു സംഘവുമില്ല. മനസ്സ് ഞാനല്ല. എനിക്ക് മനസ്സില്ല, അതുകൊണ്ട് തന്നെ ദുഃഖങ്ങളുമില്ല. രാഗവും ദ്വേഷവും ഭയവും എനിക്കില്ല. ദുഃഖവും രാഗവും ദ്വേഷവും ഭയവും ഒക്കെ ഉളവാക്കുന്നത് മനസ്സാണ്. മനസ്സിൻ്റെ കളികളാണ് ഇവ. ആ മനസ്സിന് ചൈതന്യവുമായി ഒരു സംഘവുമില്ല. ഞാൻ മനസ്സല്ല, പ്രാണനുമല്ല. ഞാൻ ശുദ്ധ നിർമ്മല നിസ്സംഗമായ ആത്മാവാണ്. ഇത്യാദി ശ്രുതിശാസനാത്. ശ്രുതികൾ ഇത് തന്നെ പറയുന്നു. അപ്പോൾ താനല്ലാത്തതിന് വേണ്ടി ഈ ഷഡ്വികാരങ്ങളാൽ കലുഷിതമാവാതിരിക്കുക. നാം എന്താണോ അതായിരിക്കുവാനുള്ള നിരന്തര ശ്രമം നടത്തുക. ഉപാസന എന്നൊക്കെ പറയുന്നത് ഇതായിരിക്കണം, ഇതിനു വേണ്ടിയായിരിക്കണം. കാലുഷ്യങ്ങളെ കളഞ്ഞ് നൈർമല്യം വരാതെ ഒരു രക്ഷയുമില്ല. വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് വേണ്ടാത്തതിനെ പുറത്തു നിർത്താനും വേണ്ടതിനെ മാത്രം എടുക്കാനും നാം പഠിക്കണം. മാനസമാകുന്ന സരസിലെ ഹംസത്തെ പോലെ ജലത്തെയും ക്ഷീരത്തെയും വേർതിരിക്കുവാനുള്ള ശേഷി നാം ആർജിക്കണം. ഈ സന്ത് കബീർദാസിൻ്റെ ഒരു ദോഹ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിൻ്റെ കുറേയധികം കബീറിൻ്റെ ദോഹകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. അതിൽ നിന്ന് ആദിദാസ് സ്വാമിജി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ മനോഹരമായ 2 വരികളുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 വരികളാണ്. സുഗന്ധിതം കവാടം സുഗന്ധിതമകത്തളം ആരുമേ ഇല്ലാത്ത സംഗമം മുനിജനമതറിയുന്നു. സുഗന്ധിതം കവാടം, നമ്മുടെ മനസ്സാകുന്ന കവാടത്തെ
അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ചിന്തകളെ നിയന്ത്രിക്കുക. ഹൃദയമാകുന്ന അകത്തളത്തെ സുഗന്ധിതമാക്കി വയ്ക്കുക, നിർമ്മലമാക്കി വയ്ക്കുക. അവിടെയാണ് ജീവാത്മാവും പരമാത്മാവും രണ്ടല്ലാതാകുന്ന സംഗമം നടക്കുന്നത്. ആ സംഗമം അദൃശ്യമാണ്. സംഗമിക്കാനായി രണ്ടില്ലാത്ത അവസ്ഥ, ഒന്നേ ഉള്ളൂ. അത് ആ സംഗമം മാത്രമാണ്. ഇതാണ് മുനിജനങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന ആ പരമമായ സംഗമം. അതറിയണമെങ്കിൽ നമ്മുടെ അകത്തളം സുഗന്ധിതമായിരിക്കണം, നിർമ്മലമായിരിക്കണം.